ഇപ്പോൾ അഡ്വക്കേറ്റ് MS വേണുഗോപാൽ അദ്ദേഹം ഈ റെസിഡൻസ് അസോസിയേഷനുകളുടെ സംസ്ഥാന തലത്തിലുള്ള ഒരു കൂട്ടായ്മയുടെ പ്രതിനിധി കൂടിയാണ്. ഈ വിഷയത്തിൽ ഏറെക്കാലമായി നിയമ പോരാട്ടങ്ങൾ നടത്തുന്ന ഒരാൾ കൂടിയാണ്. സാധാരണഗതിയിൽ അദ്ദേഹം പല കാര്യങ്ങളിലും വിദേശകാര്യ വിഷയങ്ങളിലടക്കം വിദഗ്ധനായാണ് നമ്മളോടൊപ്പം ചർച്ചയിൽ ചേരാറുള്ളത്. പക്ഷേ അഡ്വക്കേറ്റ് MS വേണുഗോപാൽ, താങ്കൾ ഈ വിഷയത്തിൽ ഏറെക്കാലമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് കൂടി ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ഇത്തരം വിഷയങ്ങൾ സത്യത്തിൽ ഈ കൺകറന്റ് അനിമൽ വെൽഫെയർ എന്നത് കൺകറന്റ് ലിസ്റ്റിലുള്ള ഒരു വിഷയമാണല്ലോ, സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിൽ വരുന്ന ഒരു വിഷയമാണല്ലോ. ആ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയേറെ ഭീതിതമായൊരു സാഹചര്യം ഉണ്ടായിട്ടും സംസ്ഥാന സർക്കാരിന് ഒരു ഇടപെടൽ നടത്താൻ കഴിയാത്തത്? ആ തലത്തിൽ ഇത് സംസ്ഥാനത്തെ ജനങ്ങളുടെ ആരോഗ്യത്തിന്, പൊതുജന ആരോഗ്യത്തിന് വെല്ലുവിളിയാവുന്ന ഒരു സാഹചര്യമാണ് എന്ന് കാണിച്ചുകൊണ്ട് സർക്കാരിന് ഇതിലൊരു ഇടപെടൽ സാധ്യമല്ലേ? സർക്കാരിന് ഇടപെടൽ സാധ്യമാണ്, തീർച്ചയായിട്ടും സാധ്യമാണ്. പക്ഷേ ഇന്ത്യയിലായാലും കേരളത്തിലായാലും മറ്റു സംസ്ഥാനങ്ങളിലായാലും ഈവൻ കോടതികളിൽ പോലും ഇതിന് തടസ്സം നിൽക്കുന്നത് ഈ റാബീസ് വാക്സിന്റെ ഒരു ലോബി ഉണ്ട് എന്നുള്ളതാണ് പരക്കെ അറിയപ്പെടുന്നത്. അതിന്റെ ഒരു കാരണം ഏതാണ്ട് 1.5% അധികം ആൾക്കാരെ തെരുവുനായ കടിക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി നമുക്കൊരു 2% കൂട്ടിയാൽ തന്നെ 146 കോടി ജനങ്ങളുണ്ട്. അപ്പോൾ 2%, നമ്മളൊരു 100 കൂട്ടിയാൽ പോലും 2% വന്നാൽ ഒരു വാക്സിൻ എന്ന് പറയുന്നത്, ഒരു ഡോസ് എന്ന് പറയുന്നത് ഏതാണ്ട് 300 മുതൽ 5000 രൂപ വരെ വരുന്നതാണ്. അപ്പോൾ അതിന് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ മിനിമം ഏറ്റവും ഗവൺമെന്റ് ഹോസ്പിറ്റലാണെങ്കിൽ പോലും 2000 മുതൽ 5000 രൂപ വരെ ചെലവ് വരുന്നുണ്ട്. ഞാനിതിന്റെ ഏറ്റവും കുറഞ്ഞ 2000 രൂപ വെച്ചെടുത്താൽ പോലും 2 കോടി വരുമ്പോൾ 4000 കോടി രൂപയുടെ വാക്സിനാണ് ചിലവാകുന്നത്. വാക്സിൻ മാത്രം കേട്ടോ. ഒരു വ്യക്തിക്ക് ഒരു പട്ടികടി ഏറ്റ് കഴിഞ്ഞാൽ മിനിമം 10000 രൂപയുടെ ചിലവുണ്ടെന്നാണ് പറഞ്ഞു. പല വിധത്തിലാണ് യാത്ര ചിലവ്, അയാള് ഹോസ്പിറ്റലാകുന്നത്, പിന്നെ തിരിച്ചു വരുന്നത്, വീട്ടിൽ വരുന്നത്, ജോലിക്ക് പോകാൻ പറ്റാത്തതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ 10000 മുതൽ 20000 രൂപ ഒരാൾക്ക് കടിയേറ്റാൽ ചിലവ് വരികയാണ്. 2024 ഒരു കണക്ക്, 6 മാസത്തെ കണക്കെന്ന് പറഞ്ഞാൽ 89,58,143 പട്ടിയാണ് ഇന്ത്യ മുഴുവൻ കടിച്ചിരിക്കുന്നത്. കേരളത്തിലാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കണക്കെന്ന് വെച്ചാൽ 3.25 ലക്ഷം പട്ടികടിയാണ് വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ കണക്കനുസരിച്ച് 36%, ലോകത്തെ 36% പേവിഷബാധ മരണവും നടക്കുന്നത് ഇന്ത്യയിലാണ്. ഇത്രയും ക്രൂഷ്യലായ ഒരു വിഷയത്തിൽ ഇന്ത്യ ഗവൺമെന്റിനോ സ്റ്റേറ്റ് ഗവൺമെന്റിനോ യാതൊരു നടപടി എടുക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, ഞങ്ങളെപ്പോലുള്ള സംഘടനകൾ ഇവരെ സമീപിക്കുമ്പോൾ ഇവരെപ്പോഴും മുടന്തൻ ന്യായങ്ങൾ പറയുകയാണ്. ABC എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ വേണമെങ്കിൽ പ്രാക്ടിക്കലായിട്ട് ഏത് മന്ത്രിക്കും കാണിച്ചു കൊടുക്കാം. തിരുവനന്തപുരത്ത് ഞങ്ങൾ റെസിഡൻസ് അസോസിയേഷനിൽ പട്ടിപിടുത്തക്കാരെ കൊണ്ടുവരാറുണ്ട്. ഇവിടുത്തെ ഏറ്റവും വിദഗ്ധൻ, തിരുവനന്തപുരത്തെ ഏറ്റവും വിദഗ്ധൻ എന്ന് പറഞ്ഞാൽ ബിനു എന്ന് പറഞ്ഞൊരു പയ്യനാണ്. അയാൾ വിചാരിച്ചിട്ട് പോലും ഒരു 10 പട്ടികളുള്ള ഒരു സ്ഥലത്ത് കൂടിപ്പോയാൽ 1-2 പിടിക്കും, ബാക്കി 8 ഓടി രക്ഷപ്പെടുകയും പിന്നീട് അവയെ ആ ജന്മത്ത് പിടിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. അവര് മാക്സിമം ഒരു 2 പട്ടി, അതായത് 2 കിട്ടിയാൽ ഭാഗ്യം. കാരണം ഈ വലയും ആളെയും കാണുമ്പോൾ തന്നെ പട്ടി ഓടുകയാണ്. അവരുടെ സെൻസ് എന്ന് പറയുന്നത് നമ്മളെക്കാൾ വളരെ വളരെ എഫിഷ്യന്റ് ആണ്. അവര് ഘ്രാണശക്തിയും അതുപോലെ തന്നെ അവർക്ക് നിരീക്ഷണ ശക്തിയും ഒക്കെ വളരെ കൂടുതലാണ്. പിന്നെ ഏത് ഊടുവഴിയിൽ കൂടെയും ഓടക്കിടയിൽ കൂടെയൊക്കെ അവർക്ക് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് ABC എന്ന് പറഞ്ഞ പരിപാടിയിൽ ഈ പട്ടിയെ പിടിച്ചാലല്ലേ ABC നടത്താൻ പറ്റുള്ളൂ. പട്ടിയെ പിടിക്കുക അസാധ്യമാണ്. ഏത് സുപ്രീം കോടതി ജഡ്ജിയുടെ ടീം വന്നാലും ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കാം ഈ പട്ടിപിടുത്തം എത്ര ദുഷ്കരമാണ് എന്നുള്ളത്. പോർട്ടബിൾ യൂണിറ്റ് ഒക്കെയായി പട്ടികളുടെ നിയന്ത്രണത്തിലേക്ക് കടക്കാമെന്നൊക്കെയാണ് ഇപ്പോൾ സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഒരേ സമയം വന്ധ്യംകരണവും ഇവരുടെ നിയന്ത്രണവും ഒക്കെ ദയാവധവും കൂടി ഒന്നിച്ചു കൊണ്ടുപോകുമെന്നൊക്കെയാണ് ഏറ്റവും. പക്ഷെ പിടിച്ചു കൊടുക്കണ്ടേ? ആര് പിടിച്ചു കൊടുക്കും പട്ടിയെ? അതാണ് പ്രശ്നം. ഇത് അസാധ്യമായ ഒരു കാര്യമാണെന്ന് നിങ്ങൾ ചെന്ന് നോക്കുമ്പോഴേ അറിയുള്ളൂ. മറ്റൊരു സാധ്യത പരിശോധിച്ചൂടെ ശ്രീ വേണുഗോപാൽ? അതായത് നമുക്ക് വളരെ കൃത്യമായൊരു നിയമമുണ്ട്, കേരള പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ആനിമൽ ഡിസീസസ് ആക്ട് എന്ന് പറഞ്ഞ 1967 ഒരു നിയമം നമുക്ക് സ്വന്തമായുണ്ട്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് സെക്ഷൻ 11. അതിൽ
ആ പ്രദേശത്ത് ചേംബറിൽ വെച്ച് കൊല്ലാമെന്ന് വരെ ഉണ്ട്. ഒരു ജീവി ഭീഷണി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ പിടികൂടി കൊല്ലാൻ കഴിയും. ഇത് ഒന്ന് പരിഷ്കരിച്ചെടുത്താൽ നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ നമ്മൾ ഈ വന്യജീവി ശല്യത്തെ പറ്റിയും വന്യമൃഗങ്ങൾ ആക്രമിക്കുന്നതിനെ പറ്റിയും ഒക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. അതൊരു വലിയ വോട്ടർ ബാങ്കാണ്, സംശയമില്ല. പ്രത്യേകിച്ച് ആ മേഖല ഒരു കാട്ടാന ചവിട്ടിക്കൊല്ലുന്നതൊക്കെ നമ്മൾ വലിയ വാർത്തയാകുന്നുണ്ട്. പക്ഷെ കണക്കുകൾ പരിശോധിച്ചാൽ കഴിഞ്ഞ 4 മാസത്തിനിടെ ജനുവരി തൊട്ട് മെയ് വരെയുള്ള സമയത്ത് 16 പേരാണ് മരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2 മാസത്തിനിടെ 3 കുട്ടികളാണ് മരിച്ചിട്ടുള്ളത്. ആ നമ്പർ ഇതിനേക്കാൾ അധികവും കുട്ടികളാണ് മരിക്കുന്നത്. അധികവും കുട്ടികളും വൃദ്ധരും. അപ്പൊ അങ്ങനെയാണ് സ്ത്രീകൾ, പ്രത്യേകിച്ച് അവർക്ക് ഓടി രക്ഷപ്പെടാൻ ഒരു പക്ഷെ കഴിഞ്ഞു എന്ന് വരില്ല. അങ്ങനെ അത്രയേറെ ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു വിഷയത്തിൽ സംസ്ഥാനം ക്രിയാത്മകമായി ഇടപെടുന്നു എന്ന് അങ്ങേക്ക് ആത്മാർത്ഥമായി പറയാൻ കഴിയുമോ? അല്പം പോലും ക്രിയാത്മകമായി ഇടപെടുന്നില്ല. കാരണം ഇപ്പോൾ ഈ സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോൾ എന്തുകൊണ്ട് കേരള സർക്കാരിന് കക്ഷി ചേർന്നുകൂടാ? കേരള സർക്കാർ കാക്ക മലർന്നു പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും സുപ്രീം കോടതി കൊണ്ട് കേസ് കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ്. എന്തുകൊണ്ട് കേരള സർക്കാരിന് ഇതിന് കഴിയുന്നില്ല? ഈ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ഒരു വോയിസ്, ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ മന്ത്രിയുടെ ഒരു വോയിസ് നമ്മുടെ സുപ്രീം കോടതിയിൽ പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് കക്ഷി ചേർന്നില്ല? അപ്പോൾ ഇത് കാണിക്കുന്നത് ഇവിടെ ഒന്ന് പറയുകയും ദയാവധം എന്നൊക്കെ പറയുകയുണ്ടായി. ദയാവധം ഒന്നും വേണ്ട, അല്ലാതെ തന്നെ വധിക്കാനുള്ള സംവിധാനം ഇപ്പോഴത്തെ നിയമത്തിലുണ്ട്. പക്ഷെ അത് അവർ ഉപയോഗിക്കുന്നില്ല. എന്നിട്ട് എക്സ്ക്യൂസുകൾ പറയുകയാണ്. ഇതിന് വലിയൊരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ആ ലോബിയിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. പക്ഷേ ഓരോരുത്തരുടെയും സ്വരങ്ങളിൽ നിന്ന് നമുക്കിത് മനസ്സിലാവും. ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം, നമ്മൾ ആന ചവിട്ടിക്കൊല്ലുന്ന പോലെയും കടുവ ചവിട്ടിക്കൊല്ലുന്ന പോലെ, കടുവ പിടിക്കുന്നത് പോലെയും ഉള്ളതിനേക്കാൾ വളരെ ക്രൂരമായ ഒരു മരണമാണ് വിഷബാധ മൂലം ഉണ്ടാകുന്നത്. ഏതാണ്ടൊരു ഒരാഴ്ചയോളം പേപ്പട്ടിക്ക് സമാനമായിട്ട് അയാൾ കുരച്ച് മറ്റുള്ളവരെ കടിക്കാനായിട്ട് വയലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് വരുന്നത്. പിന്നെ നമ്മൾ മയക്കി കിടത്തുകയൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഏറ്റവും ഭീകരമായ ഒരു മരണമാണ്. നമുക്ക് ക്യാൻസർ വന്നാൽ ചികിത്സിക്കാം, പക്ഷേ വിഷബാധ ഏറ്റുകഴിഞ്ഞാൽ പിന്നെ അതിന്റെ മരുന്ന് മരണം മാത്രമാണ് എന്നുള്ളതാണ് സത്യം. ഈ വരുന്ന 19-ാം തീയതി, അതായത് ഈ ചൊവ്വാഴ്ച കേരളത്തിലെ എല്ലാ റെസിഡൻസ് അസോസിയേഷനുകളും സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ ഒരു ധർണയ്ക്ക് ഞങ്ങൾ ഒരുങ്ങുകയാണ്. ഇത് കേരളത്തിന്റെ സമൂഹത്തിന് മൊത്തം ഒരു അറിയിപ്പ് കൊടുക്കാനായിട്ട് കൂടെയാണ്. ഈ ഭീഷണിയിൽ നിന്ന് നമുക്ക് മുക്തമാകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് സാധാരണക്കാരോട് സംസാരിക്കായിരുന്നു. ശ്രീ വേണുഗോപാൽ കേൾക്കാമോ? ഞങ്ങൾ കുറച്ച് സാധാരണക്കാരോട്, ഇത്തരം വലിയ പ്രശ്നങ്ങളുള്ള ചില മേഖലയിലെ സാധാരണക്കാരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഈ പ്രശ്നം പരിഹരിക്കണം, പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത് തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമാവുമോ എന്ന ചോദ്യത്തിന് അവർ ഇത് സർക്കാരാണോ? അടുത്ത തദ്ദേശ സ്വയംഭരണ എനിക്ക് ചോദിക്കാനുള്ള അതാണ്. നിങ്ങളൊരു കൺസോളിഡേറ്റഡ് ആയി നിൽക്കുന്ന, കോർഡിനേറ്റഡ് ആയി നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് എന്ന നിലയ്ക്ക് സംസ്ഥാനത്തെ റെസിഡൻസ് അസോസിയേഷനുകൾ അത്ര ചെറിയ ശക്തിയല്ല ഇപ്പോൾ. അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇത് നിങ്ങൾക്ക് മുന്നിൽ ഒരു വിഷയമാണ്. അത് ഞങ്ങളൊരു വിഷയമായി അവതരിപ്പിക്കും. ഈ തെരുവുനായ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുന്ന ആളിന് വോട്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് ഞങ്ങൾ അന്ന് അവിടെ ഡിക്ലെയർ ചെയ്യാൻ പറ്റതാണ്. ഇപ്പൊ ഇത് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 19-ാം തീയതി ഞങ്ങൾ ഔദ്യോഗികമായിട്ട് ഡിക്ലെയർ ചെയ്യും. ശരി. ഇപ്പോൾ അങ്ങ് ദയവായി ഫോണിൽ തുടരണം. കുറച്ച് നിയമപരമായ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങോട്ട് ചോദിക്കാമല്ലോ. തൃക്കാക്കര നഗരസഭാ കൗൺസിലറായ ശ്രീ മനൂപ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മനൂപ് ഈ വിഷയത്തിൽ ഒരുപാട് സമരം നടത്തിയിട്ടുള്ള ഒരാളാണ്. ശ്രീ മനൂപ്, ഇത് ഏതെങ്കിലും ഒരു ഭാഗത്തെ പ്രശ്നമല്ല. സംസ്ഥാനത്തിന്റെ ഏത് ഭാഗത്ത് നോക്കിയാലും ഇത്തരം വിഷ്വൽസ് ഇപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞൊക്കെ ഇങ്ങനെ ഒരു ആക്രമണം